നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ആരാണ് ഋഷിമാർ? വേദങ്ങളിലും പുരാണങ്ങളിലും നേരിട്ട് ബന്ധമുള്ള അതിലെ സംഭവങ്ങളിൽ പങ്കാളികളോ സാക്ഷികളോ ആയവരാണ് ഋഷികൾ. വ്യാസനും അഗസ്ത്യനുമെല്ലാം ഇത്തരക്കാരാണ്. വാത്മീകി, വസിഷ്ഠർ, വിശ്വാമിത്രൻ എന്നിങ്ങനെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് അടിത്തറ പാകിയ നിരവധി ഋഷിമാരുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തെ ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. വിവിധ ദേവീദേവന്മാർക്ക് അഷ്ടോത്തര കീർത്തനങ്ങളുണ്ട്. ശരീരശുദ്ധി വരുത്തി ഭസ്മം ധരിച്ച് രാവിലെയോ സന്ധ്യയ്ക്കോ ജപിക്കാം. രോഗം, ദോഷങ്ങൾ എന്നിവയിൽ നിന്നും മുക്തി, മംഗല്യഭാഗ്യം, സന്താനലബ്ധി, അഭീഷ്ടസിദ്ധി എന്നിങ്ങനെ അഷ്ടൈശ്വര്യങ്ങളും നൽകുന്നു എന്നതാണ് അഷ്ടോത്തരത്തിൻ്റെ മഹത്വം. ഒരു മൂർത്തിയുടെ 108 നാമങ്ങൾ ചേർത്തുണ്ടാക്കുന്ന സ്തുതിഗീതമാണ് അഷ്ടോത്തരങ്ങൾ. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗത് വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗത് വന്ദ്യപാദാരവിന്ദേ നമസ്തേ ജഗത് താരിണി ത്രാഹി ദുർഗേ നമസ്തേ ജഗച്ചിന്യമാനസ്വരൂപേ നമസ്തേ മഹായോഗിനി ജ്ഞാനരൂപേ നമസ്തേ സദാനന്ദനന്ദസ്വരൂപേ നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ നമസ്തേ നമസ്തേ. അനാഥസ്യ ദീനസ്യ തൃഷ്ണാതുരസ്യ ക്ഷുധാർത്തസ്യ ഭീതസ്യ ബദ്ധസ്യ ജന്തു ത്വമേകാ ഗതിർദേവി നിസ്താരകർत्री നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ. നമസ്തേ നമസ്തേ നമസ്തേ. അരണ്യേ രണേ ദാരുണേ ശത്രുമധ്യേ നലേ സാഗരേ പ്രാന്തരേ രാജഗേഹേ ത്വമേകാ ഗതിർദേവി നിസ്താരഹേതുർനമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ. നമസ്തേ നമസ്തേ നമസ്തേ. അപാരേ മഹാദുസ്തരേത്യന്തഘോരേ വിപത്സാഗരേ മജ്ജതാം ദേഹഭാജാ ത്വമേകാ ഗതിർദേവി നിസ്താരനൗകാ നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ. നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യപാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ നമസ്തേ ജഗച്ചിന്യമാനസ്വരൂപേ നമസ്തേ മഹായോഗിനി ജ്ഞാനരൂപേ നമസ്തേ സദാനന്ദനന്ദസ്വരൂപേ നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ. 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 സന്നിധാനത്ത് മാളികപ്പുറം, കടുത്തസ്വാമി, കറുപ്പസ്വാമി, വാവരുനട,
കൊച്ചുകടുത്ത, നാഗദൈവങ്ങൾ എന്നിങ്ങനെ നിരവധി ഉപദേവത പ്രതിഷ്ഠകൾ നമുക്ക് കാണാം. ആ ദേവതാ സങ്കല്പങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് ഇന്നത്തെ കഥയമ്മ. സ്വാമി ശരണമയ്യപ്പ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്വാമിയുടെ വിശേഷങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, ശബരിമല എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെയും ആ ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ശ്രീ മണികണ്ഠൻ്റെയും അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെയും ദിവ്യ സങ്കേതമാണ്. അവിടെ പോകുന്ന ഓരോ ഭക്തനും ആത്യന്തികമായിട്ട് ആശ്രയിക്കുന്നത്, ഒപ്പം തന്നെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നതും എങ്ങനെയെങ്കിലും ഭഗവാന്റെ ആ വിഗ്രഹം, ഭഗവാനെ ഒന്ന് കാണുക എന്നുള്ളതാണ്. അയ്യപ്പനെ കാണാനാണ് നമ്മളെല്ലാവരും ശബരിമലയിലേക്ക് പോകുന്നത്. ആ സ്വാമി ഈ ലോകത്ത് മുഴുവൻ നിറങ്ങി നിൽക്കുന്ന ചൈതന്യമാണെങ്കിലും ഭഗവാനെ ആ 18 പടികൾ താണ്ടിച്ചെന്ന് കാണുമ്പോൾ ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറക്കേണ്ടത്. അതാണ് ഭഗവാൻ തൻ്റെ ആ ഭക്തരെ എല്ലാവരെയും കാണിക്കത്തക്കവണ്ണം തത്വമസി എന്ന ഒരു ഭാഗം ഭഗവാന്റെ വേദവാക്യമായി അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ സങ്കേതത്തിൽ ഭഗവാൻ അല്ലാതെ മറ്റ് ദേവതകൾ ആരൊക്കെ എന്നാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഉപദേവതകൾ ആരെല്ലാമാണ് സന്നിധാനത്ത് ഉള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിനെ കൂടാതെയുള്ള ശബരിമലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രതിഷ്ഠ സാക്ഷാൽ മാളികപ്പുറത്തമ്മ മഞ്ചമാതാവിൻ്റെതാണ്. പക്ഷെ ഒരിക്കലും മാളികപ്പുറത്തമ്മയെ നമുക്ക് ശബരിമലയിലെ ഉപദേവതയായി കാണാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ അയ്യപ്പന് മുമ്പും ധർമ്മശാസ്താവിന് മുമ്പും ആ നാട്ടിൽ ഭഗവതിയുടെ ചൈതന്യം ഉള്ളതായിട്ടാണ് വിശ്വസിച്ച് പോരുന്നത്. അതുകൊണ്ട് തന്നെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് അയ്യപ്പൻ പോലും ആരാധിക്കുന്ന അമ്മയുടെ സ്ഥാനത്ത് കൽപ്പിച്ചിട്ടുള്ള ഒരു ദേവതയാണ്. അതുകൊണ്ട് ആ ക്ഷേത്രത്തെ ഒരിക്കലും ശബരിമല ക്ഷേത്രത്തിൻ്റെ ഉപദേവത എന്ന് വിളിക്കാൻ സാധിക്കില്ല. ശബരിമലയിൽ ശാസ്താവിന് എത്ര പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള മൂർത്തിയാണ് മാളികപ്പുറത്തമ്മ. തുല്യ പ്രാധാന്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതല്ലാതെയുള്ള പ്രതിഷ്ഠകൾ ഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ നമുക്ക് മഹാഗണപതിയായിട്ടുള്ള ആദിമൂല ഗണപതിയുടെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും. നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ കൊച്ചുകടുത്ത സ്വാമിയുടെയും വലിയ കടുത്ത സ്വാമിയുടെയും കറുപ്പസ്വാമിയുടെയും പ്രതിഷ്ഠയും സന്നിധാനത്തുണ്ട്. ഇവരെല്ലാമാണ് സന്നിധാനത്തെ പ്രധാനപ്പെട്ട ഉപദേവതമാർ. അതിൽ മഹാഗണപതിയെ നമ്മൾ നേരത്തെ സംസാരിച്ചു. ആരാണ് ഈ കൊച്ചുകടുത്ത സ്വാമി, അതുപോലെ തന്നെ വലിയ കടുത്ത സ്വാമി എന്നൊന്ന് നമുക്ക് പരിചയപ്പെടാം. വലിയ കടുത്ത എന്നുള്ളത്, കടുത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം യഥാർത്ഥത്തിൽ പന്തള രാജവംശത്തിൻ്റെ സൈന്യ തലവനായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അഭ്യാസമൊക്കെ കണ്ട ഒരു യുവാവിന് അദ്ദേഹത്തോടൊപ്പം തന്നെ പന്തളം രാജ്യത്തിൻ്റെ സൈന്യത്തിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും പല മത്സരപ്പയറ്റിലും എല്ലാം തന്നെ ഈ യുവാവ് പങ്കെടുക്കുകയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ ആയുധശേഷി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ്. വലിയ കടുത്ത എന്ന് പറയുന്ന കടുത്ത സ്വാമിയെ പോലും അദ്ദേഹം ഒരു പരിധി വരെ അദ്ദേഹത്തെ അമ്പരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ്റെ പേര് രാമൻ എന്നായിരുന്നു. ആ രാമനെ കണ്ടതോടുകൂടി ആ പന്തള രാജവംശത്തിലെ പല പ്രതിഭകളും പറഞ്ഞു, ഇവനെ സൈന്യത്തിലേക്ക് എടുക്കണം, ഇവൻ നല്ലൊരു അഭ്യാസിയാണ്, ഇവൻ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രാമനെ പന്തള രാജവംശത്തിൻ്റെ സൈന്യത്തിൻ്റെ മുഖ്യ ചുമതലക്കാരിൽ ഒരാളായിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവ് കടുത്ത എന്ന് പറയുന്ന അവരുടെ മുഖ്യ സൈന്യ നായകന്റെ കഴിവിനോളം തന്നെ ഉള്ളതിനാൽ അദ്ദേഹത്തെ ചെറിയ കടുത്ത സ്വാമി അല്ലെങ്കിൽ കൊച്ചു കടുത്ത എന്ന പേരിലാണ് പിന്നീട് വിളിച്ചത്. അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന പടത്തലവൻ വലിയ കടുത്ത എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ സൈന്യത്തിലെ 2 പടയാളികളാണ് യഥാർത്ഥത്തിൽ ഈ വലിയ കടുത്ത സ്വാമിയും കൊച്ചു കടുത്ത സ്വാമിയും. ഇഞ്ചപ്പാറക്കോട്ട എന്ന് പറയുന്ന ഉദയനന്റെ കോട്ട തകർക്കാൻ ഏറ്റവും കൂടുതൽ ഭഗവാനോടൊപ്പം നിന്നത് കൊച്ചു കടുത്ത സ്വാമിയാണ് എന്നാണ് പറയുന്നത്. ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാലുകൾ പോലും നഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. എന്നിട്ടും തളരാത്ത പോരാട്ട വീര്യത്തോടു കൂടി ആ യോദ്ധാവ് സ്വാമിക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്നാണ്. അങ്ങനെ ആ യുദ്ധം വിജയിക്കുകയും ഇഞ്ചപ്പാറക്കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. എല്ലാവരും ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് പന്തളത്തേക്ക് തിരിച്ചു പോയപ്പോൾ ഭഗവാൻ തപസ്സിനായി ശബരിമലയിലേക്ക് പോകുകയാണ് എന്നറിഞ്ഞ കൊച്ചുകടുത്തയ്ക്ക്
ഭഗവാനെ പിരിയാൻ സാധിച്ചില്ല എന്നാണ്. അദ്ദേഹം ഭഗവാനോടൊപ്പം ശബരിമലയിലേക്ക് പോവുകയും ശേഷിക്കുന്ന തൻ്റെ കാലം അവിടെ ശബരിമലയിൽ ജീവിച്ചു തീർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്നും നമുക്ക് കൊച്ചുകടുത്തയാണ് ഭഗവാന്റെ മണിമണ്ഡപത്തിന്റെ കാവൽക്കാരന്റെ സ്ഥാനമുള്ള മൂർത്തി എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന് വളരെ രൗദ്രഭാവമാണ് അവിടെ കൽപ്പിച്ചിട്ടുള്ളത്. മാളികപ്പുറത്ത് നടക്കുന്ന ഗുരുതിയിൽ ഒരു കലശം കൊച്ചുകടുത്ത സ്വാമിക്കുള്ളതാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്ന, ഭഗവാന്റെ പടത്തലവനോടൊപ്പം നിന്ന് പോരാടിയിട്ടുള്ള, ഭഗവാന് വേണ്ടി തൻ്റെ ആയുസ് തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു പടയാളിയെ ആണ് കൊച്ചുകടുത്ത സ്വാമിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശബരിമലയുടെ മുഴുവൻ കാവൽക്കാരനായി കറുപ്പസ്വാമിയും അവിടെയുണ്ട്. അപ്പോൾ സന്നിധാനത്ത് പോകുന്ന ഓരോരുത്തരും ഇവരെയൊക്കെ നമസ്കരിച്ച് അവരുടെ കൂടി അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ദർശനം പൂർത്തിയാക്കാൻ എന്ന് എല്ലാവരോടും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്കും കൊച്ചുകടുത്തയും വലിയ കടുത്തയും കറുപ്പസ്വാമിയൊക്കെ പോലെ ഭഗവാനെ സേവിക്കാനുള്ള അവസരം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. സ്വാമി ശരണം. വിവിധ കാലഘട്ടങ്ങളിലെ സംഭവ വികാസങ്ങൾ പല ആരാധനാലയങ്ങളെയും മാറ്റിമറിച്ചിട്ടുണ്ട്. പല ബുദ്ധ ജൈന വിഹാരങ്ങളും ഹൈന്ദവ ക്ഷേത്രമായും പല ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇതര ആരാധനാലയങ്ങളുമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. മഹാകാളിക ധർമ്മസ്ഥല. മഹാക്ഷേത്രങ്ങളും കാവുകളും കളരികളും ആൽത്തറകളും നമുക്ക് ആരാധനാലയങ്ങൾ തന്നെയാണ്. തെയ്യമായും വെളിച്ചപ്പാടായും എല്ലാം മനുഷ്യമെയ്യേറി ദൈവങ്ങളെത്തുന്ന ചടങ്ങുകൾ ഉണ്ട് നമുക്ക്. ദിനം പ്രതി തുറന്ന ആരാധന നടത്തുന്നവയും പ്രത്യേക ദിനങ്ങളിൽ മാത്രം പൂജ നടത്തുന്നവയുമായ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും അപൂർവമായ മൂർത്തിസങ്കല്പം കൊണ്ടും ശ്രദ്ധേയമായ ദേവസ്ഥാനങ്ങളും കുറവല്ല. ക്ഷിപ്രപ്രസാദികളായ രൗദ്രമൂർത്തികളുടെ ആരാധനാലയങ്ങളും ഇവയ്ക്കിടയിലുണ്ട്. ഇന്ന് നമ്മൾ എത്തുന്നത് തിരുവനന്തപുരം എരുത്താവൂർ റസൽപുരത്തെ ഒരു അപൂർവ ആരാധനാ കേന്ദ്രത്തിന് മുന്നിലാണ്. ഇത് മഹാകാളിക ധർമ്മസ്ഥല. ശക്തൻ അതിശക്തൻ ദാരികനെത്തുന്നൊരു നേരത്തുടനെ കത്തുന്നൊരു നോട്ടം നോക്കും കരിങ്കാളി. ശക്തൻ അതിശക്തൻ ദാരികനെത്തുന്നൊരു നേരത്തുടനെ കത്തുന്നൊരു നോട്ടം നോക്കും കരിങ്കാളി. കാലകാലേശ്വരനും മഹാകാളികയും കുടികൊള്ളുന്ന തികച്ചും ഭക്തിസാന്ദ്രമായ ആരാധനാവേദി. പരിഷ്കൃതമായ ആരാധനാ രീതികൾ അവലംബിക്കുമ്പോഴും പ്രാചീന ഗോത്ര ആരാധനയുടെ അംശങ്ങൾ വിട്ടുകളയാതെ തികച്ചും പ്രകൃതിക്ക് അനുകൂലമായി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവസന്നിധി. പൊന്നിൻ പടവാളിൻ വായ്ത്തലമിന്നുന്നതു കണ്ടോ പാപം ചെയ്യും തല കൊയ്യാൻ വരവായി കൊടുങ്കാളി. പൊന്നിൻ പടവാളിൻ വായ്ത്തലമിന്നുന്നതു കണ്ടോ പാപം ചെയ്യും തല കൊയ്യാൻ വരവായി കൊടുങ്കാളി. കണ്ണിൽ കനലാളുന്നവളുടെ ഉള്ളിൽ കലികേറുന്നടിമുടി തുള്ളി കളിയാടി വരുന്നേ കരിങ്കാളി. 6 പടികൾ കടന്നുവേണം ഈ പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ. ഷഡ്വൈരികളെ താണ്ടിയുള്ള ഈശ്വര സാക്ഷാത്കാരമായും ഷഡാധാരങ്ങളിലൂടെയുള്ള കുണ്ഡലിനീ ശക്തി പ്രവാഹത്തിന്റെ പൂർണ്ണതയായും ഈ 6 പടികൾ താണ്ടുന്നതിനെ വ്യാഖ്യാനിക്കാം. ഖഡ്ഗങ്ങൾ ചുഴറ്റി ഘോരമിതംഗം മുറുകുന്നേ ഭഗവതി അലറുമ്പോൾ അഗ്നിത്തരികൾ ചിതറുന്നേ. ഖഡ്ഗങ്ങൾ ചുഴറ്റി ഘോരമിതംഗം മുറുകുന്നേ ഭഗവതി അലറുമ്പോൾ അഗ്നിത്തരികൾ ചിതറുന്നേ. ഈ പടികൾ കടന്നെത്തുമ്പോൾ കാണുന്നത് പുണ്യഭൂമിയിലെ പ്രതിഷ്ഠകളാണ്. ചാണകം മെഴുകിയ മൺതിട്ടകളിലാണ് ദേവപ്രതിഷ്ഠകൾ എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സർവവ്യാപിയായ ദേവസങ്കല്പത്തെ ചുമരുകൾക്കുള്ളിൽ ഒതുക്കാതെയാണ് ഈ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വാതിൽ കൊട്ടിയടച്ച നിഗൂഢ പ്രാർത്ഥനകളോ ഭക്തരെ പുറത്താക്കി നടത്തുന്ന നൈവേദ്യ സമർപ്പണമോ ഇവിടെയില്ല. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിനും ഒരു കുളിർമ സമ്മാനിക്കുന്ന ഒരു അഭൗമമായ തേജസ് ഈ പുണ്യഭൂമിയിൽ ദർശിക്കാൻ കഴിയും. ഖഡ്ഗങ്ങൾ ചുഴറ്റി ഘോരമിതംഗം മുറുകുന്നേ ഭഗവതി അലറുമ്പോൾ അഗ്നിത്തരികൾ ചിതറുന്നേ. ഖഡ്ഗങ്ങൾ ചുഴറ്റി ഘോരമിതംഗം മുറുകുന്നേ ഭഗവതി അലറുമ്പോൾ അഗ്നിത്തരികൾ ചിതറുന്നേ. മൃത്യുഞ്ജയ നന്ദിനി അംബികരണ ഭേരി മുഴക്കി വരുമ്പോൾ ഞെട്ടുന്നേ അസുരഗണങ്ങൾ
ചെത്തിമിനുക്കിയ കൃഷ്ണശിലാ പാളികളോ മാർബിൾ ഖണ്ഡങ്ങളോ കോൺക്രീറ്റ് തിട്ടകളോ ഇവിടെയില്ല. പടി കടന്നെത്തുന്ന ഭക്തർ ആദ്യം കാണുന്നത് ഗോത്രദേവതയുടെ പാദങ്ങൾ പ്രതിഷ്ഠിച്ച തിട്ടയാണ്. ആ മാതൃദേവതയുടെ മുന്നിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ടു വന്നാൽ പിന്നീട് കാണുന്നത് ഗുരുസന്നിധിയാണ്. മാതാവിനെയും ഗുരുവിനെയും വന്ദിച്ചുകൊണ്ടു വേണം മുഖ്യ ദേവതാ പ്രീതി വരുത്തുവാൻ. ദിക്കെട്ടും ഒന്നു കുലുങ്ങി തൃക്കൈയിൽ വാളുമിനുങ്ങി തൃക്കണ്ണുകൾ മിന്നി മിനുങ്ങി തെളിയുന്നേ. ദിക്കെട്ടും ഒന്നു കുലുങ്ങി തൃക്കൈയിൽ വാളുമിനുങ്ങി തൃക്കണ്ണുകൾ മിന്നി മിനുങ്ങി തെളിയുന്നേ. ഗുരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്തിച്ചേരുന്നത് ബ്രഹ്മരക്ഷസിന് മുന്നിലാണ്. അതിനുമപ്പുറം കാണപ്പെടുന്ന ഒറ്റപ്പന മരച്ചുവട്ടിൽ നീലാംബരി യക്ഷി ഒക്കത്ത് കൈക്കുഞ്ഞുമായിരിക്കുന്നു. നമ്മുടെ വരും തലമുറയ്ക്കായി ആ മാതൃസന്നിധിയിൽ പ്രാർത്ഥിച്ച് നാഗദൈവങ്ങൾക്ക് മുന്നിലെത്തുന്നു നമ്മൾ. അവിടുത്തെയും പ്രാർത്ഥന കഴിഞ്ഞാണ് കാലകാലേശ്വര സന്നിധിയിൽ എത്തിച്ചേരുക. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം. ശ്രീ പരമേശ്വരന്റെ ഘോരരൂപമായ കാലകാലേശ്വര പ്രതിഷ്ഠ ഈ പുണ്യസ്ഥലത്തിന്റെ അപൂർവത വിളിച്ചോതുന്നു. നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷമേകി അവരെ ഈശ്വരനിൽ ലയിപ്പിക്കാൻ ഈ തിരുമുമ്പിൽ ധ്യാനിക്കാം. കാലകാലന്റെ തിരുമുമ്പിൽ നിന്നും വിഘ്നേശ്വരന്റെ സന്നിധിയിലേക്കാണ് പിന്നീട് നാം എത്തുക. അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യന്റെ തിരുനടയായി. ശാന്തസ്വരൂപിയാണ് ഇവിടത്തെ സുബ്രഹ്മണ്യൻ. അതിനുമപ്പുറം പരമേശ്വര പ്രതിഷ്ഠ, അതിനടുത്തായി ഹനുമാൻ. ദംഷ്ടങ്ങൾ അണിഞ്ഞ് ഘോരരൂപിയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഈ ഹനുമാൻ. നമ്മുടെ യാത്രകളിലും പ്രത്യേകിച്ച് ജീവിതയാത്രയിലും തടസ്സങ്ങൾ മാറ്റി കരുത്തു പകരാൻ ഈ ഹനുമത് സന്നിധിക്ക് കഴിയും എന്നാണ് വിശ്വാസം. ഹനുമാൻ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം എത്തിച്ചേരുക വിഷ്ണു, ലക്ഷ്മി, ബ്രഹ്മദേവൻ എന്നീ വെണ്ണക്കൽ പ്രതിമകളുടെ മുന്നിലാണ്. അത് കഴിഞ്ഞു ചെന്നാൽ 18 പടികളാണ്. വൈവിധ്യമാർന്ന നിരവധി സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പടികൾ കടന്നെത്തുന്ന മൺതിട്ടയിൽ അമ്മ മഹാമായ മഹാകാളികയായി കുടികൊള്ളുന്നു. അമ്മയായി സൽക്കർമ്മ മർമ്മമായി ഭക്തർക്ക് നന്മ തൻ വഴി കാട്ടി നിൽപ്പതും നീ. അമ്മയായി സൽക്കർമ്മ മർമ്മമായി ഭക്തർക്ക് നന്മ തൻ വഴി കാട്ടി നിൽപ്പതും നീ. സംവത്സരങ്ങളായി ഏവർക്കും തുണയായി സംവത്സരങ്ങളായി ഏവർക്കും തുണയായി അലിവാർന്ന കുടയായി നിൽപ്പതും നീ. ഉഷസന്ധ്യയായി ആറ്റുകാൽ ദേവിക്കു തിരുപൂര. തലയിൽ അഗ്നി ചൂടിയ മഹാകാളികയുടെ പൂർണ്ണ പ്രതിഷ്ഠ ഇവിടെയല്ലാതെ മറ്റൊരു സ്ഥലത്തും കാണാനാകില്ല. ദേവിയുടെ ഇരുവശങ്ങളിലും ദ്വാരപാലകന്മാരോ ദ്വാരപാലികമാരോ ഇല്ല. ദേവിയുടെ മുഖ്യ പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി 8 കാളീ സ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദേവിയുടെ മുൻവശത്തായിട്ട് ശൃംഗേശ കാളിയുടെ വ്യത്യസ്തമായ രൂപം, അതിനടുത്തായിട്ട് വേതാള കാളിയുടെ മറ്റൊരു രൂപം, അതിനു പുറകിലായിട്ട് ലാസ്യകാളി രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഭാരതത്തിൻ്റെ മണ്ണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ ബംഗാളും കേരളവും ഒക്കെ എപ്പോഴും ഭദ്രകാളി ചൈതന്യത്തെ അതിഗംഭീരമായിട്ട് നമ്മൾ മുൻപിലേക്ക് കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങളാണ്. ഈ ഭദ്രകാളി ചൈതന്യം നമ്മുടെ കാളി രൂപത്തെ തന്നെ ദേവിയുടെ പുറകുവശത്തായിട്ട് ഭദ്രകാളിയുടെ രൂപം തന്നെ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് ഭദ്രകാളിയുടെ മുൻവശത്തായിട്ട് ലോകത്തിൻ്റെ മാതാവായ മഹാകാളിക ദേവിയെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ പൗർണമി ദിനങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ മഹാകാളിക ധർമ്മസ്ഥലയിൽ അമാവാസി നാളിനാണ് പ്രാധാന്യം. ഓരോ മാസത്തെ അമാവാസി നാളിലും നവരാത്രി കാലത്തെ 5 ദിനങ്ങളിലും മാത്രമേ ഇവിടെ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുകയുള്ളൂ. ഒരു വർഷത്തിൽ 17 ദിവസം മാത്രമേ ഈ മഹാകാളിക ധർമ്മസ്ഥല നമുക്ക് ഇവിടുത്തെ ചൈതന്യങ്ങളെ ദർശിക്കാൻ കഴിയും. ഓരോ അമാവാസി നാളിലും അതോടൊപ്പം തന്നെ വിജയദശമിയുടെ മഹത്തായ 5 ദിവസങ്ങളിലും, വിജയദശമി ഉത്സവം നവരാത്രിയുടെ 5 ദിവസങ്ങളിലും മാത്രമേ നമുക്ക് ഇവിടുത്തെ ചൈതന്യങ്ങളെ ദർശിക്കാൻ കഴിയൂ. ഇരുട്ടിന്റെ പ്രതീകമായ അമാവാസി നാളിൽ ആരാധന നടത്തി വെളിച്ചത്തിന്റെ നാളുകളിലേക്ക് യാത്ര ചെയ്യുക എന്ന സങ്കല്പമാണിത്. ഈ സന്നിധിയിലെ മുഖ്യ വഴിപാട് തന്നെ അഗ്നിസമർപ്പണമാണ്. ചെമ്പുതണ്ടിൽ തയ്യാറാക്കിയ തീപ്പന്തങ്ങൾ ജ്വലിപ്പിച്ചു വാങ്ങി ദേവസമക്ഷം ഭക്തിയോടെ സമർപ്പിക്കുന്ന ചടങ്ങാണിത്. ജീവിതം ഉജ്ജ്വലവും പ്രകാശപൂരിതവുമായിരിക്കാൻ
ഈ കർമ്മം സഹായിക്കും എന്നാണ് വിശ്വാസം. ഈ അഗ്നി സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ അകറ്റി നമ്മൾക്ക് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുവാൻ നമ്മളെ രക്ഷിക്കുന്ന ദൈവങ്ങൾക്ക് അഗ്നി സമ്മാനിച്ച് നമ്മൾ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസ പ്രമാണം. നിരവധി യാഗങ്ങൾ യഥാവിധി നടത്തപ്പെടുന്ന പുണ്യഭൂമിയാണിത്. തികച്ചും പ്രാചീനകാല പുണ്യാശ്രമങ്ങളെയും യാഗഭൂമികകളെയും അനുസ്മരിപ്പിക്കുമാറ് ചാണകം മെഴുകി ഒരുക്കിയ നിലങ്ങളാണ് ഇവിടത്തെ പ്രത്യേകത. ഗോത്രദേവതയുടെ പാദങ്ങൾക്ക് മുമ്പിൽ തേങ്ങ ഉടയ്ക്കുക, ക്ഷേത്രത്തിന് മുന്നിൽ ജ്വലിപ്പിച്ച ഹോമകുണ്ഡത്തിൽ ദ്രവ്യങ്ങൾ അർപ്പിച്ച് പിതൃക്കൾക്ക് മോക്ഷം നൽകുക എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന നിരവധി ചടങ്ങുകൾ ഇവിടെ നടത്തപ്പെടുന്നു. ഭക്തർ തന്നെ കടുംപായസമുണ്ടാക്കി നിവേദിക്കുക എന്നതാണ് മറ്റൊരു ആരാധനാ രീതി. ഇടനിലക്കാരില്ലാതെ ഭക്തരും ആരാധനാമൂർത്തിയും തമ്മിൽ നേരിട്ട് സംവദിക്കുന്ന അത്യപൂർവമായ ഈ സന്നിധിയിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ ഭക്തരും തുല്യരായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ദേവിക്ക് നിവേദ്യം സ്വയം തയ്യാറാക്കി അതിൽ നിന്ന് നമ്മൾ തന്നെ ദേവിക്ക് അന്നം കോരി മേൽശാന്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിനെയാണ് ദേവിക്ക് നിവേദിക്കുന്നത്, അല്ലെങ്കിൽ ദേവിക്ക് അന്നമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. കൊത്തുപണികളാർന്ന കമാനങ്ങളില്ലാതെ, താമ്രപാളികകളുടെ മിനുപ്പാർന്ന മേൽക്കൂരകളില്ലാതെ, കനകശബളിമയാർന്ന ധ്വജസ്തംഭങ്ങളില്ലാതെ, അകറ്റി നിർത്താൻ ചുമരുകളില്ലാതെ ഒരു ആരാധനാലയം. ആരാധകൻ ആരാധനാമൂർത്തിയിൽ ലയിച്ചു ചേരുന്ന അനുഭവം പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ സാഹചര്യങ്ങളോടെ നിലകൊള്ളുന്ന യാഗഭൂമി. പാശമോചിനി പാപവിനാശിനി. തികച്ചും ലളിതവും എന്നാൽ ഗംഭീരവുമായ ഈ ക്ഷേത്ര സന്നിധിയുടെ സാന്നിധ്യം ഒരിക്കലെങ്കിലും ഒരു ഭക്തൻ അനുഭവിച്ചറിയണം. മഹാകാളികയുടെ കരുണ നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പാശമോചിനി പാപവിനാശിനി കേശപിംഗളവർണ്ണേ മനോഹരീ. ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നു നൽകുന്നതുകൊണ്ട് ഒരു തിരിയുടെ വെട്ടം കുറയുന്നില്ല. നാം പങ്കുവെക്കുന്ന സന്തോഷവും അതുപോലെയാണ്. നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്കും പകർന്നു നൽകുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.